ഹലോ, നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ പോകുന്ന ട്രെയിനിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ട്രെയിൻ നമുക്കൊന്ന് നോക്കിയാലോ. രാജധാനിയിൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ഓംലെറ്റ് ആണ് ഞങ്ങൾ പറഞ്ഞത്. ഓംലെറ്റിൻ്റെ കൂടെ പുഴുങ്ങിയതാണോ അതോ വറുത്താണോ എന്നും മനസ്സിലാവാത്ത തരം 2 വെജിറ്റബിൾ കഷ്ണങ്ങളുണ്ടായിരുന്നു. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഒന്നിനും കൊള്ളത്തിലായിരുന്നു. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇതിനകത്തുള്ളത് ഒരു ബൗൾ റൈസ്, ഒരു ചിക്കൻ കറി, ദാൽ കറി, പിന്നെ 3 കടിച്ചാ പൊട്ടാത്ത റൊട്ടി, പിന്നെ നമുക്ക് ലാസ്റ്റ് ഐസ്ക്രീം തരും, പിന്നെ ആൽക്കുൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനോട് കിട്ടും. ആൻഡ് ലഞ്ചിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഓക്കെ എന്ന് വേണം പറയാൻ. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും നമുക്ക് സ്നാക്സ് കൊണ്ടു തന്നു. ഇതിനകത്ത് സാൻഡ്വിച്ച് ഒരു ദുരന്തമായിട്ടുള്ള സാൻഡ്വിച്ചായിരുന്നു. ആകെപ്പാടെ പറയാനുള്ളത് കച്ചോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മിക്സർ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതിനകത്ത് ചായപ്പൊടി, കോഫി പൗഡർ എല്ലാം നമുക്ക് കിട്ടും. പിന്നെ ഈ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് വേണം കുടിക്കാൻ. പാൽപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കുടിച്ചപ്പോൾ ഭയങ്കര ബോറായി തോന്നിയുകൊണ്ട് ഞങ്ങൾ പിന്നെ കട്ടൻ ചായയിലേക്ക് മാറി. ഇവരെപ്പോഴും ടീ ബാഗാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് കോഫിയുടെ ആ ഒരു പാക്കറ്റ് കൊണ്ടു തരുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവരോട് പറയാം നമുക്ക് കോഫി മതിയെന്ന്. എനിക്ക് തോന്നുന്നു ടീയേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കോഫി പൗഡറിനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറേ ഫുഡ് ഐറ്റംസ് ബാഗിലാക്കിയാണ് കൊണ്ടുപോയത്. പക്ഷേ അതൊന്നും കഴിക്കാനുള്ളൊരു ഗ്യാപ്പ് ഇവർ തരണ്ടേ. നൈറ്റ് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് ഉച്ചയ്ക്ക് കൊണ്ടുവന്നതിന് സെയിം സാധനങ്ങൾ തന്നെയാണ് അവർ വീണ്ടും കൊണ്ടു തന്നത്. ഈ വക പച്ചക്കറി ഐറ്റംസിനൊക്കെ എന്താണ് ടേസ്റ്റ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് ബോറായിരുന്നു. രാജധാനിയിലെ ഫുഡ് എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. എന്തായാലും ആഗ്രഹം സന്തോഷമായി. ഇനി മേലാൽ എന്തായാലും ഞാനിത് ആവർത്തിക്കില്ല. ആദ്യത്തെ ഒരു പെട്ടിപ്പൊട്ടിക്കൽ കൗതുകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് ബോറായി തുടങ്ങി. എന്തിനേറെ പറയുന്നു, നമ്മൾ സാധാരണ കഴിക്കുന്ന ഓംലെറ്റിനൊരു സാധാരണ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതുപോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജധാനിയിൽ അധികം സ്റ്റോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് നമുക്ക് വേറെ വഴിയില്ല. ഫൈനലി വി റീച്ച്ഡ് ഇൻ ഡൽഹി.